നമസ്കാരം. അംശുംപേടി മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ അംശി മുംബൈ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. മുംബൈയിലെ വായുമലിനീകരണം അതീവ ഗുരുതരം. വായുമലിനീകരണം നിയന്ത്രിക്കാൻ ഹൈക്കോടതി സമിതി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ആശങ്ക പങ്കുവച്ച് മുംബൈ നിവാസികൾ. മുംബൈയിൽ വായുനില അതീവ ഗുരുതരമായി തുടരുമ്പോൾ 53 നിർമ്മാണ സ്ഥലങ്ങൾക്ക് പണി നിർത്തിവെക്കാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകി. വായു ഗുണനിലവാര സൂചിക വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നഗരത്തിൽ വായു നിലവാരം ദിവസേന മോശമാകുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം. പുതിയ കൺസ്ട്രക്ഷൻ വരുന്നിടത്ത് അവിടെയുള്ള പൊടിപടലങ്ങൾ വായുവിൽ കയർന്നിട്ട് ഭയങ്കരമായിട്ട് പൊല്യൂഷനാണ് ഈ മുംബൈ സിറ്റിയിൽ ഉണ്ടാകുന്നത്. നവി മുംബൈയിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്ന വിമാനത്താവള നിർമ്മാണ പ്രവർത്തനങ്ങളും മലിനീകരണം ഗുരുതരമാകാൻ കാരണമായതും വലിയ ആശങ്ക ഉയർത്തി. മുംബൈയിലെ പ്രധാന കാരണം ഇത് തന്നെയാണ്. കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇൻഫ്രാ ലെവലിലായിട്ടുള്ള പ്രത്യേകിച്ച് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ ഫേസ് 1 കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഫേസ് 2ൻ്റെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റോഡുകൾ, ബ്രിഡ്ജസ്, ഇതിൻ്റെയൊക്കെ അതാണ് മെയിനായിട്ടുള്ള കാര്യം ശരിയാണ്. ഡെവലപ്മെൻറ്റ് വേണം. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് കൂടെ തന്നെ നമ്മൾ അത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് പൊല്യൂഷൻ കൺട്രോൾ ഇതായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കണം. അതേസമയം വായു മലിനീകരണം മുംബൈയുടെ ഭാവിക്ക് ഭീഷണിയാകുമെന്ന് കോൺഗ്രസ് MP വർഷ ഗെയ്ക്വാദ് മുന്നറിയിപ്പ് നൽകി. आणि सगळ्यात महत्त्वाची गोष्ट म्हणजे मुंबईच्या भविष्याशी निगडीत असा हा प्रश्न आहे. आणि म्हणून हा प्रश्न आहे कुठला, तर मुंबईमध्ये होणाऱ्या वायू प्रदूषणाचं वाढतं प्रमाण आणि त्यामुळे निर्माण होणारं मुंबईमध्ये संकट. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ വായു ഗുണനിലവാര സൂചിക ആശങ്കാജനകമാണെന്നും ദിയോനോർ, വഡാല പോലുള്ള പ്രദേശങ്ങളിൽ ഇത് ഗുരുതര വിഭാഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നും വർഷ ഗെയ്ക്വാഡ് ചൂണ്ടിക്കാട്ടി. നവി മുംബൈയിൽ വിദേശ സർവകലാശാലകളുടെ വിദ്യാഭ്യാസ നഗരമൊരുങ്ങുന്നു. 1500 കോടി രൂപയുടെ മൊത്തം നിക്ഷേപം പ്രതീക്ഷിക്കുന്ന എജുസിറ്റി പദ്ധതി നവി മുംബൈക്ക് മറ്റൊരു പൊൻതൂവലാണ്. 5 വിദേശ സർവകലാശാലകളുടെ വിദ്യാഭ്യാസ നഗരമാണ് നവി മുംബൈയിൽ സ്ഥാപിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ പദ്ധതിയാണിത്. फॉरेन युनिव्हर्सिटीजला आपल्या देशामध्ये कॅम्पस उघडण्याची परवानगी मिळाली आणि म्हणून आपण नवी मुंबई इथे सिडकोच्या पुढाकाराने एज्युसिटी तयार करतोय. ഇത് ഇന്ത്യയിൽ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനും അന്താരാഷ്ട്ര തലത്തിലുള്ള അക്കാദമിക് സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. वर्ल्ड युनिव्हर्सिटीज असलेलं पहिलं कॅम्पस हे नवी मुंबईमध्ये आपण सुरू करतो आणि त्याचे आज पहिले 2 MOU या ठिकाणी आपण केले आहेत. ഈ വിദ്യാഭ്യാസ നഗരത്തിൽ ആഗോള സർവകലാശാലകളുടെ ഓഫ്ഷോർ ക്യാമ്പസുകൾ ഉണ്ടാകും. 1500 കോടി രൂപയുടെ മൊത്തം നിക്ഷേപമാണ് പദ്ധതി പ്രതീക്ഷിക്കുന്നത്.